രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീണ്ടും ഉരുണ്ട് കളിച്ച് ഷാഫി പറമ്പിൽ MP അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വ്യക്തിപരമായി രാഹുലിന് പിന്തുണ നൽകിയിട്ടില്ല. ക്രിമിനൽ സ്വഭാവമുള്ള പരാതികൾ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുമില്ല. രേഖാമൂലമുള്ള പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ നടപടി സ്വീകരിക്കാമായിരുന്നു എന്നാണ് ഷാഫിയുടെ ന്യായീകരണം. അനഘ ഹർഷനിലേക്ക് പോകുകയാണ്. അനഘ, ഈ പരാതി വെറുതെ പറഞ്ഞാൽ പോരാ, രേഖാമൂലം നൽകിയിരുന്നുവെങ്കിൽ ഒന്ന് പരിഗണിക്കാമായിരുന്നു എന്ന് വല്ലാതെ ക്ഷീണിച്ച് അസ്വസ്ഥതയിൽ പറയുന്നുണ്ട് ഷാഫി. അപ്പോൾ രേഖാമൂലം കാര്യങ്ങൾ കയ്യിൽ കിട്ടിയില്ല, അതുകൊണ്ട് മാത്രം ഷാഫി അനങ്ങിയില്ല എന്നുള്ളതാണ് ഷാഫിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഖി, ഒറ്റ കാര്യം മാത്രം, അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത ആ ഹീന പ്രവൃത്തി അതിനെ തള്ളിപ്പറയാൻ ഈ ഷാഫി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ പോലും കൃത്യമായി രാഹുലിന്റെ പ്രവൃത്തി അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, രാഹുൽ തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നില്ല രാഹുൽ ചെയ്തത് എന്ന് പറയാനുള്ള ആർജവം ഇന്നീ നിമിഷവും ഷാഫി പറമ്പിൽ MP കാണിച്ചില്ല എന്നുള്ളതാണ്. അതായത് തങ്ങൾ ചോദിച്ച, മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉരുണ്ട് കളിച്ചുകൊണ്ട് മറുപടി പറയുന്ന ശൈലി, ഈ കാര്യങ്ങൾ ഉയർന്നു വന്ന ആ ദിവസം മുതൽ ഷാഫി ഏത് നിലപാടാണോ എടുത്തത് അത് തന്നെയാണ് ഷാഫി ഇന്നും ആവർത്തിച്ചത് എന്നുള്ളതാണ്. അതായത് ഷാഫി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധം മാത്രമാണ്, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പക്ഷേ നമുക്ക് കൃത്യമായി തന്നെ അറിയാം, പാലക്കാട് ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടനും തമ്മിലുള്ള ഒരു ബന്ധം, ഈ പാലക്കാട് രാഹുലിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്, ലോക്കൽ ഗാർഡിയനായി നിന്നുകൊണ്ട് രാഹുലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിൽ MP ആയിരുന്നു. ഇത് ഏതെങ്കിലും മാധ്യമം പറയുന്നതല്ല. ഇന്നലെ കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച, കോൺഗ്രസിന്റെ എല്ലാ പ്രചരണത്തിലും ഒപ്പമുണ്ടായിരുന്ന ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് ഈ രാഹുലിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഷാഫിയോട് പറഞ്ഞിരുന്നു. രാഹുലിനെ ഒരു ഘട്ടത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തരുത് എന്നുകൂടി ഷഹനാസ് പറയുന്നുണ്ട്. ഷഹനാസിന്റെ ഈ പരാതിയെക്കുറിച്ച് ഷാഫിയോട് ചോദിക്കുന്ന സമയത്ത് ഷാഫി പറഞ്ഞ മറുപടിയാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. അതായത് തനിക്ക് ഇത്തരത്തിൽ, അതായത് പാർട്ടിക്ക് ഇത്തരത്തിൽ എഴുതിയ ഒരു മറുപടി അത് ലഭിച്ചില്ല എന്നാണ് ഷാഫി പറയുന്നത്. അതായത് ഷാഫിക്കൊപ്പമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ആ രാഷ്ട്രീയക്കാരനെ കുറിച്ച് ഒരു വനിതാ നേതാവ്, പാർട്ടിയിലുള്ള ഒരു വനിതാ നേതാവ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത് എന്നത് ഷഹനാസ് തന്നെ പറഞ്ഞു. ആ ഷഹനാസ് ഇത്തരത്തിലൊരു പരാതി തന്നിട്ടില്ല, അതായത് എഴുതി തന്നിട്ടുള്ള ഒരു പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതായത് ഇന്നലെ ഷഹനാസ് പറയുകയും ചെയ്തു, താനിങ്ങനെ എഴുതി പരാതി കൊടുത്തിട്ടില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഷാഫിയോട് കൃത്യമായി പറഞ്ഞിരുന്നു എന്നുകൂടി ഷഹനാസ്, അതായത് കോൺഗ്രസ് നേതാവ് അല്ലെ കോൺഗ്രസിന്റെ സഹയാത്രിക, കോൺഗ്രസ് പ്രവർത്തക, അവർ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഷഹനാസിന്റെ ഇത്തരത്തിലൊരു പരാതി അത് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇന്നും ആവർത്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറയാൻ, അതായത് ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് പറയാൻ ഷാഫി പറമ്പിൽ ഈ നിമിഷം പോലും തയ്യാറായിട്ടില്ല. പാർട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടി നേരത്തെയും, അതായത് മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്ന അതേ കാര്യം തന്നെ ഷാഫി പറമ്പിലും ഇന്ന് പറയുകയാണ് ഉണ്ടായത്. പാർട്ടി ഈ കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ, ഒരു പരാതിയും ഇരുന്നപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തു എന്ന് ഷാഫി പറമ്പിൽ ഇന്നും ആവർത്തിക്കുകയാണ്. പാർട്ടി ഇത്തരത്തിൽ അയാളുടെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി തനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് ഉണ്ടത്, രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്, രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പല ചെറുപ്പക്കാരും വരുന്നുണ്ട്, അവരുമായി ഈ രീതിയിലുള്ള പരിചയമുണ്ട്, അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് താൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പക്ഷേ ഉയർത്തിപ്പിടിക്കലാണ് ഞാൻ നടത്തിയത്, നാളെയും ഇതുപോലെയുള്ള യുവ നേതാക്കളെ ഞാൻ കൊണ്ടുവരും, അപ്പോൾ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട് തനിക്ക്, അതായത് മുൻനിര നേതാക്കൾക്ക് ഈ യുവ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ട, അവരെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ട്, അത് താൻ വീണ്ടും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറ്റിയ തെറ്റൊന്നും തന്നെ സമ്മതിക്കാൻ ഷാഫി തയ്യാറല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളുമ്പോഴുണ്ടാകുന്ന ക്ഷീണമെല്ലാം തന്നെ ഷാഫിയുടെ മുഖത്താണ് പ്രകടമാകുന്നത്.
തീർച്ചയായും രാഖി, അതായത് ഷാഫിയെ പോലെ ഈ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും അറിയപ്പെടുന്നത് ഒക്കെ ചങ്ങായിമാര് എന്നാണ് കോൺഗ്രസിൽ അകത്ത് തന്നെ അറിയപ്പെടുന്നത്. അങ്ങനെ നടന്ന ഒരാൾക്കെതിരെ ഇത്ര അധികം സ്ത്രീകൾ വനിതകൾ വന്ന് ഈ രീതിയിലുള്ള പരാതികൾ പറയുമ്പോൾ പോലും അത് തള്ളിപ്പറയാൻ രാഹുലിനെ ഈ ഘട്ടത്തിൽ പോലും ഷാഫി പറമ്പിൽ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതെങ്കിലും തരത്തിൽ പാലക്കാട്ടെ പ്രചരണത്തിൽ പോയതിൽ ഏതെങ്കിലും തരത്തിൽ ഖേദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഇത്തരം ചോദ്യങ്ങളോട് പോലും പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കാതെ ആ സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ് ഷാഫി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിലെ പല നേതാക്കളും പറയുന്ന ഒരു കാര്യമായിരുന്നു, അതായത് നേരത്തെ പാർട്ടിക്ക് പരാതി ലഭിച്ചിരുന്നില്ല, പരാതിക്ക് മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്നുള്ളതൊക്കെ. പക്ഷേ പാർട്ടിയിലെ പല വനിതാ നേതാക്കളും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി ഷാഫിയോടും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള ഗൂഢമായിട്ടുള്ള ബന്ധം, ഷാഫി അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് പോലും അവയെ പാർട്ടിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു റീൽ കൂട്ടം, അതായത് ഷാഫി പറമ്പിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചത്. മാത്രമല്ല മറ്റൊന്ന് എടുത്തു പറയേണ്ടതെന്ന്, ഈ ഉമ്മൻചാണ്ടി ഒരു പേര് നിർദ്ദേശിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ആ പേര് പോലും തള്ളി ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത് എന്നുകൂടി ഷഹനാസ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ യൂത്ത് കോൺഗ്രസിൽ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് വനിതാ നേതാക്കൾ അടക്കം ഈ രാഹുലിനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പോലും വി.ഡി. സതീശനടക്കമുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ തയ്യാറായിട്ടുള്ളത്. മറ്റെല്ലാം ഈ രാഹുലിനെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിൽ പോലും ഷാഫി തയ്യാറായിട്ടില്ല. അത് ഇന്നും ആവർത്തിക്കുകയാണ്.